ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കുകയും ചെയ്യാനുണ്ട്, റീസ്റ്റോക്കിങ് ചെയ്യാം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. വൃത്തിയാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൂടുതലും വൃത്തിയാക്കേണ്ടി വരുന്നത് കിച്ചണാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കിച്ചണിൽ നമുക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ടും കിച്ചണായിക്കാരം. അപ്പോൾ കിച്ചണിൽ ചെറിയ ചെറിയ സാധനങ്ങളും അതുപോലെ തന്നെ ഈ ബോട്ടിൽസ് അതൊക്കെ വൃത്തിയായിരുന്നാൽ തന്നെ നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയായിക്കാരം. പണികളൊക്കെ എളുപ്പം തീരണമെങ്കിൽ തന്നെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ അപ്പം പണി തീർന്ന വഴിക്ക് തന്നെ നമുക്ക് ക്ലീൻ ആക്കണം നല്ലത്. പിന്നെ ഇങ്ങനെയുള്ള റീസ്റ്റോക്കിങ് കാര്യങ്ങളൊക്കെ നമുക്കൊരു മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് ചെയ്തിരുന്നാൽ വേഗം പണികളൊക്കെ കഴിയും കേട്ടോ. അതേപോലെ തന്നെ പുതിയ കിച്ചണൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഓപ്പൺ ഏരിയ കൊടുത്താൽ വേഗം പണി എളുപ്പമാവും. കാരണം സാധനങ്ങൾക്ക് വേഗം എടുക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യം സാധനങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ഈ ഓപ്പൺ ഷെൽഫിലും നമുക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ പണികളൊക്കെ വേഗം എളുപ്പത്തിലാകാനും പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഷെൽഫ് തുറന്ന് നടക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് വേഗം എടുത്തിട്ട് വേണ്ടതൊക്കെ എടുത്ത് അപ്പം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽസുകളിൽ ഓവർ ടൈറ്റ് അല്ലാത്ത ബോട്ടിൽസുകളുണ്ടാവും. അങ്ങനത്തെ ടൈപ്പിലുള്ള ബോട്ടിൽസുകൾ അധികം ഈ വണ്ടുകൾ ഉറുമ്പുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഞാൻ അതിൽ വാങ്ങിച്ചിട്ടുള്ള ഷുഗർ ടീൻ്റെ ബോട്ടിൽസ് വന്നിട്ട് സെറാമിക്കിൻ്റെയാണ്. അതിൽ അധികം ഉറുമ്പ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്ക ഇട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രാമ്പോ എന്തെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാരൻ്റെ മുകളിലാണെങ്കിൽ പഞ്ചസാരൻ്റെ മുകളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. എൻ്റേതൊരു ഓപ്പൺ കിച്ചണാണ്. 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ പുകയൊക്കെ പുറത്തേക്ക് പോകാനൊക്കെ ഓപ്പൺ കിച്ചണാകുമ്പോൾ എല്ലാവിടെയും പുക നിറഞ്ഞ് നിൽക്കും, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്താ പറയുക, ചിമ്മിണി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം പുക നമുക്ക് പുറത്തേക്ക് പോകാനും അതേപോലെ തന്നെ എല്ലാവിടെയും പുകകളൊന്നും എത്തിക്കാണ്ട് നമുക്കിപ്പോൾ ചുമരുകളിലൊക്കെ ഡാർക്ക്നെസ് വരുമല്ലോ, നമുക്ക് പുക നിറഞ്ഞിട്ട് അതൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. നമ്മൾ ചിമ്മിണി വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്നത് വന്നിട്ട് കാഫിൻ്റെ ചിമ്മിണിയാണ് യൂസ് ചെയ്യണത്. പക്ഷേ ഇന്നേ വരെ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ഇനി ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇതുവരെയും എനിക്ക് 2 വർഷമായി യൂസ് ചെയ്യണം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ കിച്ചൺ വെക്കുന്നവർക്ക് യൂസ്ഫുൾ ആകട്ടെ എന്നൊരു രീതിക്കാണ് ഞാൻ പറയാൻ കാരണം ഓപ്പൺ കിച്ചൺ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. ഓപ്പൺ ഏരിയ ചിലർക്ക് ഓപ്പൺ ആകാണ്ട് നമുക്കൊരു പേഴ്സണൽ ഏരിയ പോലെ ഇരിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് ഓപ്പണാണ് ഇത് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. വർക്ക് കിച്ചൺ ഞാൻ ഉപയോഗിക്കാറില്ല, ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 3 ബേർണറിൻ്റെ ഫേബറിൻ്റെ അടുപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. അതും കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. നമുക്ക് എളുപ്പം പണി തീർക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇങ്ങനെ അടുപ്പിച്ചല്ലാണ്ട് വിട്ടായതുകൊണ്ട് നമുക്കിപ്പോൾ വലിയ ചട്ടികളൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. കിച്ചണിലേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോൾ, അതായത് ചിമ്മിണി ആയാലും അടുപ്പായാലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ച് വാങ്ങണം. നമ്മളുടെ കൗണ്ടർ ടോപ്പുമായിട്ട് എത്രത്തോളം അത് സെറ്റായിരിക്കണു, അതുപോലെ തന്നെ ഇപ്പോൾ പുക എങ്ങനെ നമുക്ക് 3 ബേർണർ ആകുമ്പോൾ അതനുസരിച്ചുള്ള ചിമ്മിണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കുള്ള ആ പുകകളൊന്നും ഉണ്ടാവില്ല, കറ പിടിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതേപോലെ കൗണ്ടർ ടോപ്പിൽ അടുപ്പ് ഇറക്കി വെക്കാണ്ട് ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റൊക്കെ പോകാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അസ്സലാമു അലൈക്കും.